ഭാവിയിൽ എനിക്ക് നല്ലൊരു ആക്ട്രസ് ആവാനാണ് ആഗ്രഹം. ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷകരെ എന്താ പറയുക എൻ്റെ അഭിനയം, അതായത് ഇപ്പോൾ തിയേറ്ററിൽ പോയി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അഭിനയിക്കുന്ന കണ്ട് പ്രേക്ഷകർ കരയണം. അതെൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. എനിക്ക് വലിയൊരു നടിയാവുക, കുറേ കഥാപാത്രങ്ങൾ ചെയ്യാന്നൊക്കെ. പിന്നെ നല്ലൊരു ഇതിന് മുമ്പത്തെ ആഗ്രഹം ഒരു ഡാൻസ് ടീച്ചർ ആവണം എന്നായിരുന്നു. ഭയങ്കര ശോഭന ചേച്ചിയെ പോലെ ആവണം, അങ്ങനെയായിരുന്നു ആഗ്രഹം. എനിക്കൊരു ഡാൻസ് സ്കൂളിലിടണം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അഭിനയത്തിലേക്ക് വന്നപ്പോൾ എനിക്കൊരു നല്ലൊരു അഭിനേത്രി ആവണം, അങ്ങനെയാണ്. ഇനിയിപ്പോൾ അതിൽ നിന്ന് മാറുന്നില്ല. എന്നാലും എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് നല്ലൊരു ഡാൻസ് സ്കൂൾ ഇടണം എന്നുള്ളത്. അതെ, എപ്പോഴാണെങ്കിലും അങ്ങനെ പഠിത്തവും മുന്നോട്ട് കൊണ്ടുപോകും. എങ്ങനെ ഞാൻ അഭിനയിക്കുന്നോ അതേപോലെ തന്നെ പഠിത്തവും മുന്നോട്ട്. പ്ലസ് ടു വരെ സ്കൂളിൽ പഠിച്ചു അല്ലേ? 10th വരെ. അപ്പോഴത്തേക്ക് സീരിയലുകളും സിനിമയിലും ഒക്കെ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കാനായിട്ട് പറ്റത്തില്ല. ക്ലാസ്സിൽ പോവാത്തതിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എനിക്കറിയാം. അത് കാരണം അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്, അങ്ങനെ പഠിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ടായിരിക്കും കൂട്ടുകാരികളും അധികം കുറവ് ഉണ്ടാകുന്നത് അല്ലേ? കൂട്ടുകാരികൾ എന്ന് പറഞ്ഞാൽ പ്രണയിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ അതിനുള്ളൊരു സാഹചര്യം വന്നില്ല. അതിനും സാഹചര്യം വരട്ടെ എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഇപ്പോൾ നിലവിളക്ക്, അലാവുദ്ദീൻ, ഇപ്പോൾ സിനിമ ഏതെങ്കിലും പ്രോജക്റ്റ് വന്നിട്ടുണ്ടോ? സിനിമ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഫിലിം ചെയ്തു കഴിഞ്ഞു. അത് തമിഴ് ഫിലിമാണ്. ഹീറോയിനായിട്ട് വസൂൽ ധന. അപ്പോൾ ഇനി ബാക്കി അതിന് സോങ്ങും കൂടെ ഉണ്ട്. ബാക്കിയെല്ലാം ഷൂട്ട് കഴിഞ്ഞു. ആരാണ് ഡയറക്ടർ? അന്യൻ ശിവാജി, അതിൻ്റെയൊക്കെ ആർട്ട് ഡയറക്ടറാണ്. പുള്ളി ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്യുന്ന ഫിലിം. അപ്പോൾ അതിനകത്ത് വരാനുണ്ടായ കാരണം എന്താണ്? ഏത് കണ്ടിട്ടാണ്? അതിൻ്റെ അകത്ത് എനിക്ക് അവിടെ ഒരു മാനേജറുണ്ട്, സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ വഴി വന്നതാണ്. അപ്പോൾ തമിഴിൽ അഭിനയിക്കുന്നതാണ് കൂടുതൽ? തമിഴിൽ അഭിനയിക്കാൻ ഇഷ്ടമാണ്. ലാംഗ്വേജ് ഇഷ്ടമാണ്. ഇതേ എന്ത് തരം റോളുകളാണ് അഭിനയിക്കാൻ ഇഷ്ടം? ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ വല്ല പ്രാന്തിയായിട്ടോ അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ. അതപ്പോൾ കൂടുതൽ അഭിനയിക്കേണ്ടി വരില്ലെന്നാണ്? അയ്യോ, അങ്ങനല്ല. എനിക്ക് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനാണ്. പിന്നെ വാണിച്ചിത്തടത്തായാലും ശോഭന ചേച്ചി ചെയ്ത ക്യാരക്ടർ, പിന്നെ കിലുക്കത്തിൽ രവതി മാം ചെയ്ത ക്യാരക്ടർ, അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ ഭയങ്കര കെട്ടുറപ്പുള്ള കഥയിൽ നായിക ആവുക. പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ആക്ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യരായിരുന്നു. എനിക്കിപ്പോഴും ഞാൻ ഏത് ഫിലിം വന്നാലും കാണും. ഒരുപാട് ഇഷ്ടമാണ് അഭിനയം. തമിഴിൽ പോകുമ്പോൾ വേഷം പ്രശ്നമായാൽ സിനിമയ്ക്ക് വേണ്ട, ഇപ്പോൾ ഗ്ലാമറസ് സിനിമയ്ക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ എനിക്ക് മടിയൊന്നുമില്ല. സിനിമയ്ക്ക് വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. അത് ഓവറായിട്ട് ചെയ്യാനൊന്നും പറ്റില്ല. കഥാപാത്രത്തിന് അനുയോജ്യമായ കോസ്റ്റ്യൂം ഇടണം എന്ന് പറഞ്ഞാൽ അതൊന്നും പ്രശ്നമില്ല. അങ്ങനെ വന്നിട്ടുണ്ടോ? ഇല്ല, ഞാനിപ്പോൾ ചെയ്ത ഈ ഫിലിം ഫുൾ ഹാഫ് സാരിയാണ് കോസ്റ്റ്യൂം. ഹാഫ് സാരി തമിഴ് സിനിമകളുടെ ഒരു പെട്ടെന്ന് വില്ലേജ് സബ്ജക്റ്റാണ്. വില്ലേജിലെ ഒരു പെൺകുട്ടിയായിട്ടാണ്. അപ്പോൾ രണ്ടാമത്തെ തമിഴ് പടം അല്ലേ? പിന്നെ ഫസ്റ്റ് ഹരിഹരൻ സാറിൻ്റെ അത് തന്നെ ഒരു തുടക്കം തന്നെ നല്ല തുടക്കമാണ്. തീർച്ചയായിട്ടും നല്ലൊരു തുടക്കമാണ്. അപ്പോൾ ഇത്തരം റോളുകൾ നേരത്തെ ആഗ്രഹിച്ചതുപോലെ പിന്നെ നമ്മുടെ രേവതി അഭിനയിച്ചതുപോലുള്ള, ശോഭന അഭിനയിച്ചതുപോലുള്ള, ഉർവശി അഭിനയിച്ചതുപോലുള്ള നല്ല റോളുകൾ കിട്ടട്ടെ. ഇപ്പോൾ ചെറുപ്പമാണ്, ഇനി ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളൊക്കെ തന്നെ പ്രയോജനപ്പെടുത്തി നല്ല പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്നുള്ളതാണ്. നല്ല പ്രാർത്ഥനയോടുകൂടി ഇത്ര നല്ല കമ്പുള്ള വേഷങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഞങ്ങളെപ്പോലുള്ള വളർന്നു വരുന്ന കൊച്ചു കലാകാരികൾക്ക് ഇത്രയും നാൾ നിങ്ങൾ തന്ന സപ്പോർട്ടും അനുഗ്രഹവും ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.